ഫ്രണ്ട്സ് ഒഴിവസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോൾ പുതുപ്പള്ളി ചർച്ചിലേക്കാട്ടോ പോകുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ പള്ളിയിലേക്കൊക്കെ ആയിട്ട് ഇതിന് ഈ കല്ലറ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടി പൊക്കോണ്ടിരിക്കും കേട്ടോ. നമ്മുടെ കമ്പനിക്കാരൊക്കെ ഇത് വണ്ടിയിലുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ അവിടെ എത്താം. അപ്പോൾ അവിടെ ചെന്നിട്ട് പള്ളിയിലെ കാഴ്ചകളും നമുക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മളിത് ഈ പള്ളി കണ്ടു കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുതുപ്പള്ളി പള്ളിയുടെ ഇവിടെ എത്താം കേട്ടോ. അപ്പോൾ ഇവിടെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ പകൽ അല്ലെങ്കിൽ ഈവനിങ് സമയങ്ങളിലൊക്കെ ഈ പള്ളി വന്ന് അതുപോലെ തന്നെ ഇതിലേക്ക് ഈവനിങ് വാക്കൊക്കെ ചെയ്യാറുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഒത്തിരി സമയങ്ങൾ ചിലവഴിക്കുന്ന ധാരാളം പേരിവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ പോകുമ്പോൾ പള്ളിയുടെ ആ ദൂരെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കേട്ടോ. ഈ വഴി പോയാൽ പള്ളിയുടെ അങ്ങോട്ട് എത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ നല്ല അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒഴുകുന്നത് കോടൂർ നദിയാട്ടോ. നമുക്കിനി പള്ളിയുടെ അകത്തേക്ക് പോകട്ടോ. ഇതാണ് പള്ളിയുടെ പ്രവേശന കവാടം വരുന്നത്. ഇവിടെ പുതുപ്പള്ളി പള്ളി എന്നുള്ള ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് ഇതിന് ശരിക്കുള്ള നാമം വരുന്നത്. 400 വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്രവും കഥയൊക്കെ ഈ പള്ളിക്കുണ്ട് കേട്ടോ. പണ്ട് മാതാവിൻ്റെ നാമത്തിൽ വാഴക്കുളത്ത് ഒരു കുന്നിന് മുകളിലാണ് പള്ളി ആദ്യം സ്ഥാപിതമായത്. കൊച്ചുപള്ളി എന്ന പേരിൽ സ്ഥാപിതമായ ഈ പള്ളിക്ക് കൊച്ചുപള്ളി കുന്നെന്നുള്ള ഒരു പേരും ഉണ്ട് കേട്ടോ. പിന്നീട് 2003 മൂന്നും ചേർന്ന് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായത്. 3 വിശുദ്ധരുടെ നാമത്തിലാണ് ഈ പള്ളി ഇപ്പം നിലകൊള്ളുന്നത്. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പള്ളിയുടെ ഫ്രണ്ടിലെത്തി. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആകാശവും ഒക്കെ ആയിട്ട് ഈ പള്ളി നിൽക്കുന്നത് കാണാൻ നല്ല രസമാട്ടോ. അതായത് നമുക്ക് ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ കയറി പള്ളിയുടെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തൊട്ടടുത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു കല്ലറ കാണാൻ വേണ്ടി നമുക്ക് ആ സൈഡിലേക്ക് പോകാം. ഇത് അവിടെയായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു കല്ലറയുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് അവിടെ കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഉമ്മൻചാണ്ടി സാറിന് ഒരു തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് പുതുപ്പള്ളി വീട്ടിൽ വച്ചാണ്. അദ്ദേഹം വളരെ ഒരു ലളിതമായ രീതിയിലാണ് കേട്ടോ സംസാരമൊക്കെ. നല്ല ഒരു അനുഭവമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ 1000 പ്രണാമം അർപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നല്ലൊരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴില്ലാന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വലിയൊരു നേതാവായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പള്ളിയിലെ മറ്റ് വിശുദ്ധന്മാരുടെ കല്ലറയുടെ അടുത്ത് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു കല്ലറ ഇവിടെ സ്ഥാപിച്ചതിന് പുതുപ്പള്ളിക്കാരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി നമുക്കെല്ലാവർക്കും പറയാനുള്ളത്. ഞാനിവിടെ നിന്ന് ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പേര് വന്ന് പൂക്കൾ അർപ്പിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്ത് പോകുന്നതൊക്കെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി സാറിൻ്റെയും കൂടെ വിജയമാട്ടോ. നമ്മുടെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവും കൂടിയാണത്.
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.